കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കുകയെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് വയ്ക്കേണ്ടത് ഇത്ര ഒരു ഗ്ലാസ് അരി വയ്ക്കുന്നത്. ഈ ഒരു ഗ്ലാസ് അരി എങ്ങനെ വയ്ക്കുകയെന്ന് വെള്ളം എത്ര വേണ്ടതെന്ന് കാണിക്കാം. ആദ്യം അരി കഴുകി ക്ലീൻ ആക്കിയിട്ട് വരട്ടെ. പലർക്കും അറിയാത്തൊരു കാര്യമാണ് കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കുക, വെന്ത് അധികം ആവുമോ, കുഴഞ്ഞു പോവോ എന്നുള്ളത്. അപ്പോൾ അതിന് ഡൗട്ട് മാറുക. സ്റ്റവ് ഓണാക്കി കുക്കർ വെച്ച് വെള്ളം ഒഴിക്കണം. ഈ ആണിക്കൊപ്പം വെള്ളം വയ്ക്കണം. കണ്ടോ, ഇത്തിരി അളവ് ആണിയുടെ ഒപ്പം കണ്ട ഒരു ഗ്ലാസ് അരിക്ക് ഇത്രയും വെള്ളം വെച്ചിട്ട് ഇനി കുക്കർ മൂടി വയ്ക്കാം. 10 മിനിറ്റിൽ ചോറായി. കുക്കർ അടച്ച് ഒരു വിസിൽ വന്ന് പിന്നെ 5 മിനിറ്റ് കുറച്ച് വയ്ക്കണം. കാണിക്കാം, വിസിൽ വരട്ടെ. കണ്ടോ, വിസിൽ വന്നു. ഇനി ഞാനിത് പൊന്തിക്കില്ല. പൊന്തിച്ചാൽ ഇവിടെ എല്ലാം ആയിപ്പോവും. അപ്പോൾ നമുക്ക് പണിയാണ് തുടച്ച് ക്ലീൻ ആക്കാൻ. അപ്പോൾ ഞാൻ സ്റ്റവ് ലോ ആക്കി വെക്കും. കമ്മിയാക്കി വെച്ചാൽ ഇവിടെ ഇങ്ങനെ കണ്ടോ പതപ്പോണ് കണ്ടല്ലോ. ഇതെല്ലാം അങ്ങോട്ടായി കഴിഞ്ഞാൽ കഷ്ടമാണ്. 5 മിനിറ്റ് സ്ലോ വെച്ചിട്ട് ഓഫ് ചെയ്ത് വാർക്കാം. ഇനി എങ്ങനെ ചോറ് വന്നോ? വിസിൽ പോയി വന്നു. തുറന്ന് നോക്കാം, വെള്ളമുണ്ട്. കഞ്ഞിവെള്ളത്തിന് കഞ്ഞിവെള്ളമായി. ഇതാ ചോറ് നല്ല പോലെ ചോറ് വന്നിട്ടായി. ഇതാട്ടോ, എന്താ അറിയണ്ടല്ലേ. ഇതാ, ഇനി ഇത് നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഞാൻ മാറ്റുള്ളൂ, വേറെ പാത്രത്തിലേക്ക് മാറ്റും. വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഞാൻ വേറെ കുക്കറിൽ നിന്ന് വേറെ മാറ്റാണ് പാത്രത്തിലേക്ക്. പാത്രം എടുത്തു, വേറെ പാത്രത്തിൽ. ഇത് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ചോറിങ്ങനെ ഇരിക്കുമ്പോൾ വെന്ത് ജാസ്തി പോവുള്ളൂ. ചോറ് വാർത്ത് വെച്ച ചോറ് കുഴഞ്ഞു പോയിട്ട് ഒന്നുമില്ല. കഞ്ഞിവെള്ളത്തിന് കഞ്ഞിവെള്ളം.